2000 വർഷങ്ങൾക്കപ്പുറം റോമൻ നാടുവാഴിയായിരുന്ന പീലാത്തോസ് യേശുവിനോട് ചോദിച്ച ചോദ്യം, സത്യം എന്നാൽ എന്ത്? ഈ കാലമത്രയും ലോകം പീലാത്തോസിൻ്റെ ഹൃദയശൂന്യതയെ മറക്കുന്നില്ല. സാധാരണ ജനങ്ങളെ അടക്കി വാഴുവാൻ അധികാരവർഗം പടുത്തുയർത്തിയ അധികാര മുഷ്കിന് അവർ കൊടുത്ത പേരാണ് സത്യം എന്ന് ഒരു കൂട്ടർ കരുതുന്നു. അസത്തോമ സദ്ഗമയ എന്ന പ്രാർത്ഥന സഹസ്രാബ്ദങ്ങളിലൂടെ പ്രാർത്ഥിക്കുന്നവർക്ക് പോലും എന്താകുന്നു സത്യം എന്നറിയാമോ എന്ന് തോന്നുന്നില്ല. ഒട്ടുമുക്കാലും ആളുകൾക്ക് സത്യം ആത്മനിഷ്ഠമാണ്. വ്യക്തിപരമായ അഭിപ്രായങ്ങളും അഭിരുചികളും ചേർന്ന സ്വന്തം ലോകം. മറ്റു ചിലർക്ക് സത്യം എന്നാൽ സംസ്കാരത്തിൽ ഊന്നിയുള്ള അഭിപ്രായ ഐക്യത്തിൽ നിന്നും ഉടലെടുത്ത പൊതുധാരണയത്രേ. ബൈബിളിൻ പ്രകാരം സത്യം എന്നാൽ ദൈവത്തിൻ്റെ മനസ്സോടെ, ദൈവത്തിൻ്റെ ഇഷ്ടത്തോടെ, സ്വഭാവത്തോടെ, മഹത്വത്തോടെ, ആളത്വത്തോടെ പൊരുത്തപ്പെടുന്നതാണ്. ദൈവത്തിൻ്റെ സ്വയം പ്രകടിപ്പിക്കൽ. സത്യത്തിൻ്റെ നിർവചനം ദൈവത്തിൽ നിന്നും ആയതിനാൽ സത്യം ദൈവശാസ്ത്രപരമാണ്. സർവവും യഥാർത്ഥത്തിലായിരിക്കുന്ന വിധം ദൈവം അങ്ങനെ സൃഷ്ടിച്ചതിനാലും അത് അങ്ങനെയെന്ന് പ്രഖ്യാപിച്ചതിനാലും അതായിരിക്കുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് സകല സത്യത്തിൻ്റെയും കാരണഭൂതനും ഉറവിടവും ഉറപ്പും ഭരണാധികാരിയും വിധികർത്താവും ആത്യന്തിക മാനദണ്ഡവും അവസാന ന്യായാധിപനും ദൈവമാകുന്നു. എന്നാൽ ചോദ്യം ഈ പറയുന്നത് ഏത് ദൈവത്തെക്കുറിച്ചാകുന്നു എന്നത്രേ. ബഹുദൈവ വിശ്വാസവും അദ്വൈതവാദവും വിഗ്രഹാരാധനയും എല്ലാം ദൈവത്തിൻ്റെ പേരിലാകുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത അബദ്ധവും അപര്യാപ്തവുമാകുന്ന പക്ഷം നമ്മുടെ ധാർമ്മിക പ്രവർത്തനങ്ങൾ ശുദ്ധവും നമ്മുടെ ആന്തരിക ഭാവം ശരിയുമായിരിക്കുക അസാധ്യമാണ്. തങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള അറിവിനപ്പുറം ഒരു ജാതിയും ഇന്നോളം ഉയർന്നിട്ടില്ല എന്ന് മനുഷ്യചരിത്രം വെളിപ്പെടുത്തുന്നു. സത്യദൈവത്തെ അറിയുവാൻ എല്ലാ മനുഷ്യർക്കും അവസരമുണ്ട്. സൃഷ്ടിപ്പിൽ തന്നെ മൊത്തം ഒരു ഒത്തൊരുമയും ബുദ്ധിശക്തിയും രൂപകൽപ്പനയും വ്യക്തമാണല്ലേ. ഇതൊന്നും യാദൃച്ഛികമായി ഉണ്ടായതല്ല. പിന്നെയോ ജ്ഞാനവും സ്നേഹവും ഉള്ള ഒരു സൃഷ്ടാവിൻ്റെ കരവിരുതാണിത്. ബൈബിളിൽ അവനെ സത്യദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തന്നെക്കുറിച്ച് തന്നെ ക്രിസ്തു പറഞ്ഞത് താൻ സത്യമാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നാണ്. ഇത് പറയുമ്പോൾ യേശു തൻ്റെ ദൈവത്വത്തിൻ്റെ അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു വാസ്തവത്തിൽ ചെയ്തത്. ക്രിസ്തു ദൈവ തേജസ്സിൻ്റെ പ്രഭയും ദൈവത്തിൻ്റെ മുദ്രയുമാകുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തു മനുഷ്യനായി അവതരിച്ച സത്യമാകുന്നു എന്നത്രേ, ദൈവമാകുന്നു എന്നത്രേ. ദൈവത്തിൻ്റെ പൂർണ്ണ ആവിഷ്കരണം ആയതിനാൽ സത്യമായിരിക്കുന്ന സകലത്തിൻ്റെയും പരമമായ സാക്ഷാത്കാരം യേശുവാകുന്നു. അതാണ് ഇവിടുത്തെ അർത്ഥം. ആ യേശു പറഞ്ഞു, എഴുതപ്പെട്ട ദൈവവചനം സത്യമാകുന്നു എന്ന്. സംശുദ്ധമായ, മാറ്റമില്ലാത്ത, അലംഘനീയമായ സത്യം. എഴുതപ്പെട്ട സത്യവും മനുഷ്യനായി തീർന്ന വചനവും തമ്മിൽ യാതൊരു പൊരുത്തക്കേടോ ഭിന്നിപ്പോ ഉണ്ടാകുവാൻ പാടില്ല. ക്രിസ്തു എന്ന സത്യവും വചനമെന്ന സത്യവും ഒരേ കാര്യമാണ് പ്രഖ്യാപിക്കുന്നത്. അവ സകലത്തിലും പൂർണ്ണ യോജിപ്പിലത്രേ. ദൈവം തൻ്റെ വചനത്തിലൂടെയും തൻ്റെ പുത്രനിലൂടെയും തന്നെ തന്നെ മനുഷ്യന് വെളിപ്പെടുത്തി. രണ്ടും സത്യം എന്തോ അതിൻ്റെ സത്ത പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതാണ്. യേശു പീലാത്തോസിനോട് പറഞ്ഞത്, ഇതാ സത്യം നിന്റെ മുൻപിൽ നിൽക്കുന്നു എന്നാണ്. എന്നാൽ അത് ഉൾക്കൊള്ളുവാൻ പീലാത്തോസിന് കഴിഞ്ഞില്ല. അതിൻ്റെ പരിണിത ഫലം പിന്നീട് നാം കാണുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള വാക്യങ്ങൾ നാം ഒരുമിച്ച് ധ്യാനിക്കുവാൻ പോകുകയാണ്. 19-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം വരെ നാം ചിന്തിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി
ഈ ഭൂമിയിൽ വന്ന് മരക്കുരിശിലേറിയ യേശുവിൻ്റെ പീഡാനുഭവം ഒരുമിച്ച് ധ്യാനിക്കാം. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം വരെ നാം ചിന്തിച്ചിരുന്നു. ഇനിയും പീലാത്തോസിൻ്റെ മുൻപാകുള്ള വിസ്താരമാണ് നാം കാണുന്നത്. 18-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. പുലർച്ചയ്ക്ക് അവർ യേശുവിനെ കയ്യഭാവിൻ്റെ അടുക്കൽ നിന്ന് ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി. തങ്ങൾ അശുദ്ധമാകാതെ പെസഹ കഴിപ്പാൻ തക്കവണ്ണം ആസ്ഥാനത്തിൽ കടന്നില്ല. ഇവിടെ മതത്തെയും യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തെയും ഒരുപോലെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പെസഹ നിവർത്തിപ്പാൻ വന്ന വ്യക്തി ഇതാ ഇവിടെയുണ്ട്. അവർ അവനെതിരെ മരണശിക്ഷ വിധിക്കുവാൻ പോകുന്നതുകൊണ്ട് അവൻ ക്രൂശിൽ മരിക്കുവാൻ പോകുകയാണ്. എന്നാൽ അവർക്ക് പെസഹ കഴിക്കേണ്ടതുള്ളതുകൊണ്ട് അവർ അകത്ത് ന്യായവിധി നടത്തുന്ന ആ സ്ഥലത്തേക്ക് പോകുന്നില്ല. ഇവിടെ അങ്ങനെ അവർ ചെയ്താൽ അതവരെ അശുദ്ധമാക്കുന്ന കാര്യമായിരുന്നു. അതുകൊണ്ട് അവർ അപ്രകാരം ചെയ്യുകയില്ല. അവർ അത്രമാത്രം മതഭക്തരായിരുന്നു. എന്നാൽ അതേ സമയം തന്നെ അവർ പെസഹായുടെ നിവൃത്തിയായി വന്നവനെ കൊന്നുകളയുവാനുള്ള ഗൂഢാലോചന കഴിക്കുകയായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾ ഒരു മതഭക്തി ഉള്ള ആളാകുന്നുവോ? അതോ താങ്കൾ കർത്താവായ യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവോ? ഒന്ന് സ്വയം പരിശോധിച്ചാലും. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. യഹൂദന്മാർ ന്യായവിധി നടത്തുന്ന ആ ഹാളിൽ പ്രവേശിച്ച് തങ്ങളെ തന്നെ മലിനപ്പെടുത്തുകയില്ല. എന്നാൽ വിസ്തരിപ്പാനായി അവർ യേശുവിനെ ന്യായാധിപ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി. പുറത്തുനിന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോഴും അകത്തുനിന്ന് പുറത്തേക്ക് കടക്കുമ്പോഴും ഇവിടെ രംഗം മാറുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമത്രേ. പീലാത്തോസ് അവരുടെ അടുക്കൽ പുറത്തു വന്നു. യോഹന്നാൻ 18:29 നാം വായിക്കുന്നു. പീലാത്തോസ് പിന്നെയും ആ സ്ഥാനത്തിൽ ചെന്നു. 18:33. പീലാത്തോസ് പിന്നെയും യഹൂദന്മാരുടെ അടുക്കൽ പുറത്തു ചെന്നു. 38. പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ടടിപ്പിച്ചു. 19-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. പീലാത്തോസ് പിന്നെയും പുറത്തു വന്നു. 19-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. പീലാത്തോസ് ഏറ്റവും ഭയപ്പെട്ട് പിന്നെയും ആ സ്ഥാനത്തിൽ ചെന്നു. 9-ാം വാക്യം. ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് യേശുവിനെ പുറത്തു കൊണ്ടുവന്നു. 13-ാം വാക്യം. പീലാത്തോസിന് വാസ്തവത്തിൽ യെരുശലേം താല്പര്യമുള്ള ഒരു സ്ഥലമല്ലായിരുന്നു. അവൻ കടൽ തീരത്ത് കൈസരിയാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. പെരുന്നാൾ സമയം പീലാത്തോസ് കൈസരി വിട്ട് തൻ്റെ പടയാളികളോടൊപ്പം യെരുശലേമിലേക്ക് വന്നിരുന്നു. അവൻ റോമ ഗവർണർ ആകയാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും യഹൂദന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന പെരുന്നാളിൽ നിയമപാലനത്തിൻ്റെ ഉത്തരവാദിത്വം ഉള്ളവനായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഈ യെരുശലേമിലേക്ക് വരുന്നത്. 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നത്, പീലാത്തോസ് അവരുടെ അടുക്കൽ പുറത്തു വന്നു. ഈ മനുഷ്യൻ്റെ നേരെ എന്ത് കുറ്റം ബോധിപ്പിക്കുന്നെന്ന് ചോദിച്ചു. കുറ്റക്കാരനല്ലാഞ്ഞുവെങ്കിൽ ഞങ്ങൾ അവനെ നിന്റെ പക്കൽ ഏൽപ്പിക്കുകയില്ലായിരുന്നു എന്നവർ അവനോട് ഉത്തരം പറഞ്ഞു. പീലാത്തോസ് അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ ന്യായപ്രമാണ പ്രകാരം വിധിപ്പീൻ എന്ന് പറഞ്ഞതിന് യഹൂദന്മാർ അവനോട് മരണശിക്ഷയ്ക്കുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ. യേശു താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച വാക്കിന് ഇതിനാൽ നിവർത്തി വന്നു. എന്തോ കുഴപ്പമുള്ളതുപോലെ പീലാത്തോസിന് മനസ്സിലായി. പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനാണ് പീലാത്തോസ് ശ്രമിക്കുന്നത്. നിങ്ങൾ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ ന്യായപ്രമാണ പ്രകാരം വിധിപ്പീൻ എന്ന് പീലാത്തോസ് അവരോട് പറയുന്നു. എന്താണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത് എന്ന കാര്യം പീലാത്തോസിന് മനസ്സിലായില്ല. യേശുവിന് മരണശിക്ഷ കൊടുക്കണം എന്നതാണ് അവരുടെ പ്രശ്നം. എന്നാൽ തങ്ങൾ ഭരണാധികാരികളല്ല എന്നും മരണശിക്ഷ നടപ്പാക്കുവാനുള്ള അധികാരം തങ്ങൾക്കില്ല എന്നും അവർക്ക് സമ്മതിക്കേണ്ടതായി വന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന് 33-ാം വാക്യത്തിൽ, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല എന്ന് തൻ്റെ ഇടത്തോട് പറഞ്ഞതിന് ശേഷം ഇപ്രകാരം സമ്മതിക്കുവാൻ അവർ നിർബന്ധിതരായി തീരുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ആരുടെ അടിമകളാണ്? യേശുവിൻ്റെ പ്രവചനം നിവൃത്തിയാകുവാനിടയായി എന്ന് യോഹന്നാൻ പറയുന്നു. യഹൂദ മത ഭരണാധിപന്മാർ തന്നെ മരണത്തിന് യേശുവിനെ വിധിക്കുമെന്നും ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമെന്നും യേശു നേരത്തെ തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു. അതെ, മാസങ്ങൾക്ക് മുമ്പേ യേശു ഇത് മുമ്പ് കൂട്ടി പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതാ യേശു ഇവിടെ ജാതീയ രാജ്യമായ റോമിൻ്റെ പ്രതിനിധിയാകുന്ന പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. മതഭരണാധിപന്മാരുടെ ആവശ്യം യേശുവിന് മരണശിക്ഷ കൊടുക്കണം എന്നതാണ്. യഹൂദന്മാർ യേശുവിനെ വിസ്തരിച്ച് അവരുടെ ന്യായപ്രമാണ പ്രകാരം മരണശിക്ഷയ്ക്ക് വിധിച്ചിരുന്നെങ്കിൽ അവർ അവനെ കല്ലെറിഞ്ഞു കൊല്ലുമായിരുന്നു. എന്നാൽ 22-ാം സങ്കീർത്തനം ശ്രദ്ധയോടുകൂടി വായിച്ചിട്ട് അവിടെ കല്ലെറിഞ്ഞു കൊല്ലുന്നതിനെക്കുറിച്ചോ ക്രൂശീകരണത്തെക്കുറിച്ചോ വിവരിച്ചിരിക്കുന്നത് എന്ന് നോക്കുക.
കയ്യും കാലും തുളയ്ക്കപ്പെട്ട് ക്രൂശിൽ തൂങ്ങി മരിക്കുന്നതിൻ്റെ ഒരു വ്യഥയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ക്രൂശീകരണത്തിൽ കൂടി മരണശിക്ഷ നടപ്പാക്കിയിരുന്നത് റോമാക്കാർ മാത്രമായിരുന്നു. പഴയ നിയമ പ്രവചനം നിവൃത്തിയാകുന്നതിന് യേശുവിനെ റോമാക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നു. 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്, പീലാത്തോസ് പിന്നെയും ആസ്ഥാനത്തിൽ ചെന്ന് യേശുവിനെ വിളിച്ചു. നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു. അതിന് ഉത്തരമായി യേശു, ഇത് നീ സ്വയമായി പറയുന്നതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ എന്ന് പറഞ്ഞു. പീലാത്തോസ് അതിന് ഉത്തരമായി, ഞാൻ യഹൂദനോ? നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചതിന് യേശു, പീലാത്തോസിനെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യമാണ് യേശു അവനോട് ചോദിച്ചത്. അവൻ എവിടെ നിന്നാണ് തെളിവുകൾ ലഭിച്ചത് എന്നത്ര യേശു പീലാത്തോസിനോട് ചോദിച്ചത്. യഹൂദന്മാരാണ് നിന്റെ മേൽ കുറ്റം ആരോപിച്ചിരിക്കുന്നത് എന്ന് പീലാത്തോസ് മറുപടി പറഞ്ഞു. തുടർന്ന് യേശു പീലാത്തോസിനോട് വ്യക്തിപരമായി ഇടപെടുന്നതായി കാണാം. പീലാത്തോസ് നിശബ്ദനായിരുന്നു. യഹൂദന്മാരുടെ രാജാവെന്ന് അവകാശപ്പെട്ട ഒരാൾ ഉണ്ടായിരിക്കുമെന്നോ അപ്രകാരമുള്ള ഒരു കുറ്റം റോമാക്കാരുടെ മുമ്പാകെ കൊണ്ടുവരുന്നതിനോ അവർ തയ്യാറാകുമെന്ന് അവന് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. പീലാത്തോസിന് യേശുവിനെ സഹായിക്കണമെന്നുണ്ട്. അതെ, അവനും യേശുവും മാത്രം അകത്ത് ആസ്ഥാനത്തിലായിരുന്നു. യഹൂദന്മാർ തങ്ങളെ തന്നെ അശുദ്ധരാക്കാതിരിക്കുന്നതിനായി അകത്ത് പ്രവേശിക്കാതെ പുറത്ത് കാത്തു നിൽക്കുകയാണ്. താൻ ഒരു രാജാവല്ല എന്ന് യേശു പറയണമെന്ന് താല്പര്യമേ പീലാത്തോസിനുള്ളൂ. അങ്ങനെയെങ്കിൽ അവന് യേശുവിനെ വിട്ടയക്കാമായിരുന്നു. ആരാണ് ഇവിടെ വിസ്തരിക്കപ്പെടുന്നത്? പീലാത്തോസോ അതോ യേശുവോ? 36 വാക്യം, യേശു നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചതിന് യേശു, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ ചേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു. എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ഈ ലോകത്തു നിന്നുള്ളതല്ല എന്ന അർത്ഥത്തോടെയാണ് യേശു പറഞ്ഞത്. താൻ ഈ ഭൂമിയിൽ ഒരിക്കൽ രാജ്യം സ്ഥാപിക്കുകയില്ല എന്നല്ല യേശു ഇവിടെ പറയുന്നത്. അവൻ രാജാതിരാജാവും കർത്താതി കർത്താവുമായി വാഴുവാൻ പോകുകയാണ്. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കുമെന്ന് യെശയ്യാപ്രവചനം 11 അധ്യായത്തിൻ്റെ 9 വാക്യത്തിൽ പറഞ്ഞിരിക്കും. എന്നാൽ അവൻ്റെ രാജ്യം ഈ ലോക വ്യവസ്ഥിതി പ്രകാരമുള്ള രാജ്യമായിരിക്കുകയില്ല. രാഷ്ട്രീയ തത്വസംഹിതകളിന്മേൽ കെട്ടിപ്പടുക്കുന്ന ശക്തി കേന്ദ്രമായിരിക്കുകയില്ലാതെ. 37 വാക്യത്തിൽ നാം വായിക്കുന്നത്, പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലയോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യതൽപരനായവനെല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്നുത്തരം പറഞ്ഞു. ഈ വിഷയത്തിൽ പീലാത്തോസ് അത്ഭുതപ്പെട്ടുപോയി. യേശു ഇപ്പോഴും ഈ മനുഷ്യനോട് തൻ്റെ ഭാഗം വിശദീകരിക്കുകയാണ്. തൻ്റെ രാജ്യത്തിൻ്റെ അഭിവാജ്യ ഘടകത്തിൽ ഒന്ന് സത്യമാകുന്നു എന്നവൻ പറയുന്നു. 45 സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇനിയും 38 വാക്യത്തിൽ പീലാത്തോസ് അവനോട്, സത്യമെന്നാൽ എന്ത് എന്ന് പറഞ്ഞു പിന്നെയും യഹൂദന്മാരുടെ അടുക്കൽ പുറത്ത് എന്നവരോട്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. പീലാത്തോസ് ഒന്നും അറിയാത്ത ഒരു ഭീരുവായിരുന്നുവോ? വഴിയും സത്യവും ജീവനുമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുമ്പാകെയാണ് അവൻ നിൽക്കുന്നത്. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് നാം വിശ്വസിക്കേണ്ടതിനാണ് ഇവയെല്ലാം താൻ എഴുതിയിരിക്കുന്നത് എന്ന് യോഹന്നാൻ ഈ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. സത്യമെന്നാൽ എന്ത് എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. യേശു താങ്കൾക്ക് സത്യമായി തീർന്നിട്ടുണ്ടോ സ്നേഹിത? അവനിൽ നീ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ടോ? വീണ്ടും പീലാത്തോസ് യേശുവിനെ പുറത്തു കൊണ്ടുപോയിട്ട്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞു. 39 വാക്യത്തിൽ, എന്നാൽ പെസഹായിൽ ഞാൻ നിങ്ങൾക്ക് ഒരുത്തനെ വിട്ടുതരിക പതിവുണ്ടല്ലോ, യഹൂദന്മാരുടെ രാജാവിനെ വിട്ടുതരുന്നത് സമ്മതമോ എന്ന് ചോദിച്ചതിന് ഒരു തീരുമാനമെടുക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനാണ് വീണ്ടും പീലാത്തോസ് ശ്രമിക്കുന്നത്. ഞാൻ യേശുവിനെ നിങ്ങൾക്ക് വിട്ടുതരട്ടെ, അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്നാണ് അവൻ ചോദിച്ചത്. 40 വാക്യം, അവർ പിന്നെയും ഇവനെ വേണ്ട, ബർബാസിനെ മതി എന്ന് നിലവിളിച്ചു പറഞ്ഞു. ബർബാസോ കവർച്ചക്കാരനായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ബർബാസിനെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെടുവാൻ ഈ മതഭരണാധികാരികൾ ജനങ്ങളെ പ്രേരിപ്പിക്കുമെന്ന് പീലാത്തോസ് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. അവർ തമ്മിലുള്ള അന്തരം വളരെ വലുതായിരുന്നു. യേശുക്രിസ്തു നിരപരാധിയാകുന്നു എന്ന കാര്യം പീലാത്തോസ് നിശ്ചയമായി അറിഞ്ഞിരുന്നു എന്ന് വേദപുസ്തകം വ്യക്തമാക്കുന്നു.
ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണുക, കൈ കഴുകി, ഈ നീതിമാൻ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു എന്ന് മത്തായി സുവിശേഷം 27:24 നാം വായിക്കും. മർക്കോസ് 15:9 നാം വായിക്കുന്നത് മഹാപുരോഹിതന്മാർ അസൂയ കൊണ്ട് അവനെ ഏൽപ്പിച്ചു എന്ന് പീലാത്തോസ് അറിഞ്ഞതുകൊണ്ട് എന്ന്. ലൂക്കോസ് 23:20 നാം വായിക്കുന്നത് പീലാത്തോസ് യേശുവിനെ വിടുവിപ്പാൻ ഇച്ഛിച്ചിട്ട് പിന്നെയും അവരോട് വിളിച്ചു പറഞ്ഞു എന്നാണ്. ഇങ്ങനെ ലൂക്കോസ് 23:22 അവൻ മൂന്നാമതും അവരോട് അവൻ ചെയ്ത ദോഷമെന്ത്, മരണയോഗ്യമായതൊന്നും അവനിൽ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ അവനെ അടുപ്പിച്ച് വിട്ടയക്കും എന്ന് പറഞ്ഞു. 38 വാക്യം യോഹന്നാൻ 18:38 ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. യോഹന്നാൻ 19:12 ഇത് നിമിത്തം പീലാത്തോസ് അവനെ വിട്ടയപ്പാൻ ശ്രമിച്ചു. അപ്പോസ്തലപ്രവൃത്തികൾ 3:13 അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന്റെ മുൻപിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. ഇത്രയെല്ലാമായിട്ടും യേശുവിനെ വിട്ടയപ്പാനുള്ള ധൈര്യം പീലാത്തോസിന് ഇല്ലായിരുന്നു എന്നത്രേ നാം കാണുന്നത്. സത്യം എന്താകുന്നു എന്ന് പീലാത്തോസ് വാസ്തവത്തിൽ അറിഞ്ഞിരുന്നു എങ്കിലും സത്യമായ യേശുവിന് വേണ്ടി ഒരു തീരുമാനമെടുക്കുവാനുള്ള ആ ധൈര്യം, മനക്കരുത്ത് പീലാത്തോസിനില്ലായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ നമ്മുടെ പ്രതികരണം എപ്രകാരമാകുന്നു? താങ്കളുടെ പ്രതികരണം എപ്രകാരമായിരിക്കും? 19 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ നീതി ശരിയായി നിർവഹിക്കപ്പെടാതിരിക്കുന്നതായി ഇവിടെ നാം കാണും. ലോകം മുഴുവനും റോമിൻ്റെ നീതിയെക്കുറിച്ച് പ്രസിദ്ധമായിരുന്നു. ഏകദേശം 1000 വർഷങ്ങളോളം റോം ലോകത്തെ അടക്കി ഭരിച്ചിരുന്നു. ഒരു ജനതയുടെ ഭരണം റോം ഏറ്റെടുക്കുമ്പോൾ അവർക്ക് നല്ല റോഡുകൾ, നീതി, നിയമം, സംരക്ഷണം, സമാധാനം എന്നിവ വാഗ്ദാനം ചെയ്തിരുന്നു. എങ്കിലും ഒരു ഏകാധിപതിയുടെ ഭരണത്തിന് കീഴിലായിരിക്കും ജീവിക്കേണ്ടത്. ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് റോം ഭരണം നടത്തിയിരുന്നു. റോമൻ കോടതികളിൽ നിരപരാധികൾക്കും കുറ്റവാളികൾക്കും ഒരുപോലെ നീതി ലഭിച്ചിരുന്നു. ദയയല്ല, നീതി ലഭിച്ചിരുന്നു. എന്നാൽ യേശുവിൻ്റെ വിസ്താരം നീതിയുടെ ലംഘനമായിരുന്നു എന്നത് രസകരമായ സംഗതി അത്രേ. 19 അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ. അനന്തരം പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടുപ്പിച്ചു. പടയാളികൾ മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ചു, ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു. അവൻ്റെ അടുക്കൽ ചെന്ന് യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞവനെ കന്നത്തടിച്ചു. യേശു നിരപരാധിയായിരുന്നു എങ്കിൽ അവനെ വിട്ടയക്കണമായിരുന്നു. അവനെതിരെ ആരോപിച്ചിരുന്ന കുറ്റങ്ങൾ ശരിയെങ്കിൽ അവൻ ക്രൂശിക്കപ്പെടേണ്ടിയിരുന്നു. യേശുവിനെ അടുപ്പിക്കുന്നത് നിയമത്തിന് വിരുദ്ധവും തെറ്റുമായിരുന്നു. എന്നാൽ അതുകൊണ്ട് യഹൂദന്മാർക്ക് തൃപ്തി വരും എന്ന വിചാരത്തോടെയാണ് പീലാത്തോസ് അപ്രകാരം ചെയ്തത്. യേശുവിനെ ക്രൂശിക്കുന്നതിന് മുമ്പ് അവനെ കളിപ്പിക്കുന്നതിനുള്ള ഒരു അവസരമായി പടയാളികൾ അതിനെ കണ്ടു. അവർ അവനെ കന്നത്തടിച്ചു. അവർ ആഗ്രഹിച്ചത് എന്തും യേശുവിനോട് ചെയ്യുവാൻ അവർ മടിച്ചില്ല. സകല പടയാളികളും കുറ്റവാളിയെ തങ്ങളുടെ മുഷ്ടി കാണിക്കും. അവനെ തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം അവൻ്റെ മുഖം അവർ ഇടിച്ച് അവശരാക്കും. അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് അവൻ വിരൂപമായി എന്ന് യെശയ്യാപ്രവചനം 52:14 നാം വായിക്കും. 19 അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ നാം കാണുന്നു, പീലാത്തോസ് പിന്നെയും പുറത്തു വന്ന് ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പീലാത്തോസ് അവരോട് ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. വീണ്ടും അവർ പുറത്തു വരുന്നു. നിങ്ങൾ അപ്പോൾ അവനെ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം തീർച്ചയായും തകർന്നു പോയേനെ. ശരീരം മുഴുവൻ അടിയേറ്റിരുന്നു. അതെ, ആ മനുഷ്യനിതാ. പീലാത്തോസ് പറഞ്ഞതുപോലെ മാത്രമേ നീയും യേശുവിനെപ്പറ്റി പറയുന്നുള്ളൂ എങ്കിൽ സുഹൃത്തെ, താങ്കൾ അവനെ കണ്ടിട്ടില്ല എന്നതത്ര വാസ്തവം. അവൻ വെറും ഒരു മനുഷ്യനല്ല, അവൻ ദൈവത്തിൻ്റെ പുത്രൻ, അവൻ ലോകത്തിൻ്റെ രക്ഷകനാണ്. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനെന്ന് വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിനക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് യോഹന്നാൻ ഇത് എഴുതിയിരിക്കുന്നത്. 19 അധ്യായത്തിന് 6 വാക്യം വായിക്കാം. മഹാപുരോഹിതന്മാരും ചേവകരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്ക ക്രൂശിക്ക എന്ന് ആർത്തു വിളിച്ചു. പീലാത്തോസ് അവരോട് നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പിൻ, ഞാൻ അവനിൽ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞു. ഈ സന്ദർഭത്തിലായിരിക്കണം പീലാത്തോസ് വെള്ളം ആവശ്യപ്പെടുകയും തൻ്റെ കൈകൾ കഴുകുകയും ചെയ്തത്.
വെള്ളത്തിന് അവൻ്റെ കൈകൾ ശുദ്ധമാക്കുന്നതിന് കഴിയും. എന്നാൽ അവൻ്റെ ഹൃദയത്തിലെ കുറ്റം അത് കഴുകിക്കളയുവാൻ ഒന്നിനെ കൊണ്ടും കഴിയുമായിരുന്നില്ല. പൊന്തിയോസ് പീലാത്തോസിനാൽ ക്രൂശിക്കപ്പെട്ടു എന്നത്ര ഏറ്റവും പുരാതനമായ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത്. അവന് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. നാം ഇനിയും 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത്, യഹൂദന്മാർ അവനോട്, ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട്, അവൻ തന്നെത്താൻ ദൈവപുത്രനാക്കിയതുകൊണ്ട് ആ ന്യായപ്രമാണപ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് ഏറ്റവും ഭയപ്പെട്ടു. പിന്നെയും ആസ്ഥാനത്തിൽ ചെന്നു, നീ എവിടെ നിന്നാകുന്നു എന്ന് യേശുവിനോട് ചോദിച്ചു. പീലാത്തോസിന് തൃപ്തിയായിരുന്നില്ല. അതിനാൽ വീണ്ടും അവൻ യേശുവിനെ ചോദ്യം ചെയ്യുവാനായി അകത്തേക്ക് കൊണ്ടുപോയി എന്ന് നാം വായിക്കുന്നു. 10ഉം 11ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, 10ാം വാക്യത്തിൽ യേശു ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസ് അവനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്ന്, നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട്, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് അധികാരവും ഉണ്ടാകിയില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട് എന്നുത്തരം പറഞ്ഞു. അതെ, പാപത്തിനും വ്യത്യാസമായുള്ളതുപോലെ തന്നെ ന്യായവിധിക്കും വ്യത്യാസമുണ്ട്. യേശുവിനെ പീലാത്തോസിന് ഏൽപ്പിച്ചു കൊടുത്തവർക്കാണ് പീലാത്തോസിനേക്കാൾ കൂടുതൽ പാപം. കാരണം പീലാത്തോസിനേക്കാൾ അധികം വെളിച്ചം കിട്ടിയവരായിരുന്നു അവർ. എന്നാൽ പീലാത്തോസിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അതവനെ ഒഴിവുള്ളവനാക്കുന്നില്ല. അവനും കുറ്റക്കാരനാണ്. 12ാം വാക്യം, ഇത് നിമിത്തം പീലാത്തോസ് അവനെ വിട്ടയപ്പാൻ ശ്രമിച്ചു. യഹൂദന്മാരോ, നീ ഇവനെ വിട്ടയച്ചാൽ കൈസരുടെ സ്നേഹിതനല്ല, തന്നെത്താൻ രാജാവാകുന്നവൻ എല്ലാം കൈസരോട് മത്സരിക്കുന്നുവല്ലോ എന്നാർത്ത് പറഞ്ഞു. ഇത് നിമിത്തം പീലാത്തോസ് അവനെ വിട്ടയപ്പാൻ ശ്രമിച്ചു എന്ന്. അവൻ യേശുവിൽ വിശ്വസിച്ചത് കൊണ്ടാണോ? അല്ല. യേശു നിരപരാധിയായ ഒരു മനുഷ്യനാണെന്ന് പീലാത്തോസ് മനസ്സിലാക്കിയിരുന്നതിനാൽ അവനെ വിട്ടയപ്പാൻ ശ്രമിക്കുകയത്രേ ചെയ്തത്. പീലാത്തോസ് ആയിരിക്കേണ്ട നിലയിൽ റോമൻ നീതി നടപ്പാക്കുന്ന ന്യായാധിപനായി ഇവിടെ നാം അവനെ കാണുന്നില്ല. രാജ്യദ്രോഹം അനുവദിക്കുന്നു എന്ന കുറ്റം പീലാത്തോസിനെതിരായി റോമിന് സമർപ്പിക്കുവാൻ ഈ മതനേതാക്കന്മാർ തയ്യാറായിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു ആരോപണം തനിക്കെതിരായി ഉണ്ടാകരുതെന്ന നിർബന്ധം അവനുണ്ടായിരുന്നു. അതെ, നീതിക്കതീതമായി തൻ്റെ രാഷ്ട്രീയ പദവി നിലനിർത്തണമെന്നാണ് പീലാത്തോസ് ആഗ്രഹിച്ചത്. 13ാം വാക്യം, ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് യേശുവിനെ പുറത്തു കൊണ്ടുവന്നു. കൽത്തളമെന്നും എബ്രായ ഭാഷയിൽ ഗബദ എന്നും പേരുള്ള സ്ഥലത്ത് ന്യായാസനത്തിൽ ഇരുന്നു. റോമൻ നീതി നടപ്പാക്കിയിരുന്ന സ്ഥലമായിരുന്നു അത്. അതെ, കൊണ്ടു നടക്കാവുന്ന ഒരു ന്യായാസനം ജൂലിയസ് സീസർ എപ്പോഴും കൂടെ കൊണ്ടുപോയിരുന്നു. ആവശ്യമുള്ളപ്പോൾ അത് സ്ഥാപിച്ച് അതിന്മേൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ന്യായവിധി കൽപ്പിച്ചിരുന്നു. 14ഉം 15ഉം വാക്യങ്ങളിൽ നാം യേശുവിനെ വീണ്ടും വിസ്തരിക്കുന്നതായി കാണുന്നു. ഇവിടെയെല്ലാം യേശുക്രിസ്തുവിൻ്റെ മാന്യമായ പെരുമാറ്റം ശ്രദ്ധിക്കേണ്ടതത്രേ. യേശുവല്ല വാസ്തവത്തിൽ വിസ്തരിക്കപ്പെടുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു തീരുമാനമെടുക്കുവാൻ പീലാത്തോസ് നിർബന്ധിതനായി തീരുകയാണ് ഉണ്ടായത്. അത് യേശുക്രിസ്തുവിന് വേണ്ടിയോ അതോ കൈസർക്ക് വേണ്ടിയോ ഏതായിരിക്കും അവൻ തിരഞ്ഞെടുക്കുക? മതനേതാക്കന്മാരും ഒരു തീരുമാനത്തിന് നിർബന്ധിതരായി തീർന്നു. അവരും യേശുവിനെയോ അതോ കൈസരെയോ എന്തായിരിക്കും തിരഞ്ഞെടുക്കുക? അവർ അവരുടെ തീരുമാനം വ്യക്തമാക്കി, ഞങ്ങൾക്ക് കൈസരല്ലാതെ മറ്റൊരു രാജാവില്ല. അവർക്ക് വേറൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടതായ ദിവസം വരും. യേശുക്രിസ്തുവിനെയോ എതിർ ക്രിസ്തുവിനെയോ എന്തു തിരഞ്ഞെടുക്കും? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, യേശുക്രിസ്തുവിനെ സംബന്ധിച്ച തീരുമാനം ഓരോ മനുഷ്യനും വ്യക്തിപരമായി കൈക്കൊള്ളേണ്ടതത്രേ. എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു എന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിനെതിരായി താങ്കൾ തീരുമാനമെടുക്കുന്ന സമയം താങ്കൾ കൈസർക്ക് വേണ്ടിയാണ് തീരുമാനം കൈക്കൊള്ളുന്നത്. 16ാം വാക്യത്തിൽ, അപ്പോൾ അവൻ അവനെ ക്രൂശിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. യേശുക്രിസ്തുവിൻ്റെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും കുറിച്ച് നാം സാധാരണ സംസാരിക്കാറുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പലർക്കും അത് വില കുറഞ്ഞ ഒരു കാര്യമായി തീർന്നിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമാണ് നമ്മുടെ വീണ്ടെടുപ്പ്. അതിനാൽ നാം അതിനെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കേണ്ടതത്രേ. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ക്രൂശ് പ്രായശ്ചിത്തം അഥവാ പരിഹാരമാണ്. എനിക്ക് നിങ്ങൾക്കും കരുണ കാണിക്കാവുന്ന ദൈവത്തിൻ്റെ കൃപാസനമാണത്. വിശുദ്ധനും നീതിമാനുമായ ദൈവത്തിന് താണിറങ്ങി വന്ന് പാപികളെ രക്ഷിപ്പാൻ തക്കവണ്ണം സംതൃപ്തി സാധിച്ച സ്ഥാനമാണ്. നാം അർഹിക്കുന്ന ശിക്ഷയ്ക്ക് പകരം എനിക്കും നിങ്ങൾക്കും കൃപ കണ്ടെത്താവുന്ന സ്ഥലം അതത്രേ ക്രൂശ്. അവൻ
അത് കൃപാസനമായി ദൈവത്തിൻ്റെ ന്യായവിധിയുടെ സിംഹാസനമായി രൂപാന്തരപ്പെടുത്തി. അതാണ് ക്രൂശിൽ നാം കാണുന്നത്. ആ കാര്യത്തിൽ യേശുക്രിസ്തു നമ്മുടെ അകൃത്യം വഹിച്ചു. ദൈവം തൃപ്തനായി തീർന്നു. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു യാഗമായിരുന്നു. അവൻ രക്ഷകനാണ്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ യാഗമായി തീർന്നു. അവൻ ദൈവത്തിന് സൗരഭ്യവാസനയായ യാഗമായി തീർന്നു. അവനെ സംബന്ധിച്ചിടത്തോളം അത് അനുസരണത്തിൻ്റെ പ്രവൃത്തിയുമായിരുന്നു. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അവൻ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്നത്രേ. ക്രിസ്തുയേശുവിൽ വിശ്വാസികളായ എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം അതൊരു പകരം വയ്ക്കലായിരുന്നു. അവൻ എൻ്റെയും നിങ്ങളുടെയും സ്ഥാനം ഏറ്റെടുത്തു. പാപിക്ക് വേണ്ടി കഷ്ടത അനുഭവിക്കുന്ന പാപരഹിതനായിരുന്നു അവൻ. അവൻ നീതികെട്ടവർക്ക് വേണ്ടി കഷ്ടമനുഭവിക്കുന്ന നീതിമാനായിരുന്നു. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പത്രോസ് പറയുന്നു. പിശാചിനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം ഒരു വിജയവും അതേസമയം ഒരു പരാജയവുമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ മുമ്പ് കൂട്ടി പറഞ്ഞിരിക്കുന്ന പ്രകാരം സ്ത്രീയുടെ സന്തതിയുടെ കുതികാൽ തകർക്കുന്നതിനാൽ പിശാച് വിജയിച്ചു. എന്നാൽ പിശാചിൻ്റെ തല തകർക്കപ്പെടാൻ പോകുന്നത് കൊണ്ട് അതൊരു പരാജയമായിരുന്നു. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു എന്ന് എബ്രായർ 2:15 നാം വായിക്കും. ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ ക്രൂശ് മൃഗീയമായ കൊലപാതകം മാത്രമാണ്. അവർ നസറേത്തുകാരനായ യേശുവിനെ ഒരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. അനീതിയാണ് അവർക്ക് കാണുവാൻ കഴിയുന്നത്. അവർ അവനെ ക്രൂശിക്കുവാനായി കൊണ്ടുപോയി. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കർത്താവ് ക്രൂശിൽ മരിച്ചു. ഇന്നത്തെ പഠനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്കായിട്ടായിരുന്നു. അത് ജീവിതത്തിൽ അനുഭവിക്കുവാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ സുഹൃത്തെ? ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.